നമസ്കാരം. രാഹുൽ മാങ്കൂട്ടത്തിൽ MLA പാലക്കാട് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കുമോ? മുഖ്യ ശത്രു ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിന് പിണറായി അല്ല, അത് VD സതീശനാണ്. ഷാഫിയുടെ കളി ഒരു ഒന്നൊന്നര കളി എന്ന് പറയാതെ വയ്യ. രാഹുൽ ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഭയപ്പെടുന്നതും രാഹുൽ ഈശ്വറിനെ കൂടിയാണ്. വാർത്തയിലേക്ക്. രാഹുൽ മാങ്കൂട്ടത്തിൽ ഇന്ന് വലിയൊരു പ്രതീക്ഷയിലായിരുന്നു. ജയിൽ കുപ്പായമൊക്കെ അഴിച്ചു വെച്ച് അഴിക്കുള്ളിൽ നിന്ന് പുറത്തിറങ്ങാൻ കഴിയുമെന്നൊക്കെ കരുതിയ ഒരു ദിനം കൂടിയാണെന്ന് കടന്നുപോയത്. എന്ത് പറയാനാണ്. പക്ഷെ മൂന്നാം ബലാത്സംഗ കേസിൽ റിമാൻഡിൽ കഴിയുന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ MLA ജാമ്യാപേക്ഷയിൽ വിധി പറയുന്നത് ഈ മാസം 28 മാറ്റിവെച്ചു. നമുക്കിത് 28 നോക്കാം എന്ന് പറഞ്ഞ് കോടതി മാറ്റിവെക്കുകയായിരുന്നു. ഇനി അതുവരെ രാഹുൽ മാങ്കൂട്ടത്തിൽ ജയിലിൽ ചപ്പാത്തിക്ക് കുഴക്കേണ്ടി വരുമെന്നുള്ള കാര്യത്തിൽ തർക്കമൊന്നുമില്ല. ക്രൂര പീഡനമാണ് പരാതിക്കാരി നേരിട്ടതെന്നും സമാനമായ സ്വഭാവമുള്ള മറ്റ് 2 കേസുകളിൽ ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ MLA പ്രതിയാണെന്ന കാര്യവുമൊക്കെ പ്രോസിക്യൂഷൻ കോടതിക്ക് മുമ്പാകെ ചൂണ്ടിക്കാട്ടിയതാണ് രാഹുലിന് വലിയ കുരുക്കായി മാറിയത്. എന്തായാലും പ്രോസിക്യൂഷൻ കോടതിയിൽ തീയായി മാറിയപ്പോൾ രാഹുൽ ശരിക്കും പെട്ടു. അതുപോലെ തന്നെ രാഹുലിന്റെ വക്കീലും നന്നായിട്ട് വിയർത്തു എന്ന് പറയാതെ വയ്യ. ഇന്നും വളരെ നിർണായകമായ തെളിവ് അതിജീവിതയുടെ വക്കീൽ കോടതിക്ക് കൈമാറി എന്നുള്ളതാണ്. രാഹുൽ മാങ്കൂട്ടത്തിലും പരാതിക്കാരിയും തമ്മിലുള്ള ശബ്ദരേഖയാണ് പ്രതിഭാഗം കൈമാറിയത്. ഇതോടെ രാഹുൽ ആകെ ഭയക്കുന്ന ഒരു കാഴ്ച കൂടി കാണാനിടയായി. മാങ്കൂട്ടത്തിന്റെ വക്കീലിനും പ്രതിഭാഗത്തിന്റെ നിർണായക നീക്കം തിരിച്ചടിയായി. നമുക്കറിയാം, ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ടൊക്കെ പുറത്തു വന്നിട്ടുള്ള ഒരു ശബ്ദരേഖയും ഇതുവരെ രാഹുൽ മാങ്കൂട്ടത്തിൽ നിഷേധിച്ചിട്ടില്ല. ആ ശബ്ദം എന്റേതല്ല എന്ന് പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് വളരെ നിർണായകമായ ഒരു ശബ്ദരേഖ കൂടി കോടതിയുടെ മുമ്പാകെ പ്രതിഭാഗം വക്കീൽ നിന്ന് കൊടുത്തു എന്നുള്ളതാണ്. ഈ ശബ്ദരേഖയുടെ ആധികാരികത പരിശോധിക്കണമെന്ന് പ്രോസിക്യൂഷൻ ആവശ്യപ്പെട്ടതിനെ തുടർന്നാണ് ഇപ്പോൾ വിധി പറയുന്നത് മാറ്റിവെച്ചിരിക്കുന്നത്. ഇതാണ് ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിന് വലിയ അടിയായി മാറിയിട്ടുള്ളത്. ഇതിനിടയിൽ എഡിറ്റ് ചെയ്ത അതിജീവിതയുടെ സ്ക്രീൻഷോട്ട് ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്ത് രാഹുലിനെ കുടുക്കി ഫെനി നൈനാൻ രംഗത്ത് വന്ന കഥയൊക്കെ നമ്മൾ കണ്ടു കാണും. ആദ്യം ഈ ഫെനി നൈനാൻ ഇത്തരത്തിലൊരു പോസ്റ്റ് കിട്ടപ്പോൾ രാഹുൽ മാങ്കൂട്ടൻ ഫാൻസ് ഒക്കെ എല്ലാവരും വിചാരിച്ചത് ഇത് രാഹുലിനെ രക്ഷിക്കാൻ വേണ്ടിയാണ് എന്നാണ് കരുതിയത്. സ്വാഭാവികമായും ഈ ഒരു എഡിറ്റ് ചെയ്ത സ്ക്രീൻഷോട്ട് പുറത്തു വിടുമ്പോൾ എന്താണ് സംഭവിക്കാൻ സാധ്യതയുള്ളത്? അതിജീവിത തീർച്ചയായിട്ടും പറയും അതിലെന്തെങ്കിലും തെറ്റോ അല്ലെങ്കിൽ അത് എഡിറ്റ് ചെയ്തിട്ടുള്ള ഒന്നാണെങ്കിൽ അതിജീവിത ഇത് എഡിറ്റ് ചെയ്തതാണെന്നും ഇതിന്റെ യഥാർത്ഥ വശം എന്താണെന്നും പറയുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. അത് ഈ ഫെനി നൈനാൻ ഇത്തരത്തിലൊരു സ്ക്രീൻഷോട്ട് ഇട്ടപ്പോൾ നടന്നു. അപ്പൊ അത് ആർക്കാണ് കുരുക്കാവുക? അത് കുരുക്കാവുക രാഹുൽ മാങ്കൂട്ടത്തിൽ തന്നെയാണ്. ഇത് ഫെനി നൈനാന് അറിയാത്തതാണോ? ഫെനി നൈനാന് നന്നായിട്ട് അറിയാം. പിന്നെ എന്തിനായിരിക്കും ഫെനി നൈനാൻ അങ്ങനെ ചെയ്തത്? രാഹുലിനെ കുരുക്കാൻ വേണ്ടിയും കൊടുക്കാൻ വേണ്ടിയും തന്നെയാണ്. രാഹുലിനെതിരെ ഇരവാദം മുഴക്കി രാഹുൽ അനുകൂലികളുടെ പിന്തുണ പാലക്കാട് സീറ്റാക്കി മാറ്റാൻ കഴിയും, അതായത് ഫെന്നിക്ക് ഒരു സീറ്റാക്കി മാറ്റാൻ കഴിയും എന്ന ലക്ഷ്യമിട്ട് തന്നെയാണ് ഫെന്നി ഇത് ചെയ്തിട്ടുണ്ടാവുക എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. പക്ഷെ പ്ലാനുകളൊക്കെ മൊത്തം പൊളിഞ്ഞടങ്ങിയത് അതിജീവിത ഇത് എഡിറ്റിംഗ് ആണെന്നും തന്നെ അപകീർത്തിപ്പെടുത്താനുള്ള ശ്രമമാണെന്നും ഒക്കെ പറഞ്ഞ് ഫെന്നിക്കെതിരെ കേസ് കൊടുത്തപ്പോഴാണ്, ആ കേസിൽ FIR ഇട്ടപ്പോഴാണ് ഫെന്നി ശരിക്കും പെട്ടുപോയത്. ഫെന്നി വിചാരിച്ചു ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് രാഹുലിനെതിരെ ഈ അതിജീവിത അംഗം വെട്ടി രംഗത്തേക്ക് വരുമെന്നാണ് കരുതിയത്. തന്നെ വലിയ രീതിയിൽ അതിജീവിത ഈ ഒരു വിഷയത്തിൽ കുടുക്കില്ല എന്നാണ് കരുതിയത്. പക്ഷെ ഫെന്നിക്കെതിരെയും അതിജീവിത തിരിഞ്ഞോടുകൂടി തന്നെ ആകെ ഫെന്നിയും പെട്ടുപോയി എന്നുള്ളതാണ്. ഫെന്നിയുടെ പ്ലാൻ അവിടെയാണ് പൊളിഞ്ഞത്. സത്യത്തിൽ രാഹുലിന്റെ പേരിൽ അനുകൂല പോസ്റ്റ് ഇടുന്ന ഒരുപാട് ആളുകളേക്ക് നമുക്ക് സമൂഹ മാധ്യമങ്ങളിൽ കാണാം. അവരുടെയൊക്കെ ലക്ഷ്യം എന്ന് പറയുന്നത് രാഹുലിനെ പൂട്ടുക എന്ന് തന്നെയാണ്. അതുവഴി അയാളുടെ അനുകൂലികളുടെ പിന്തുണ നേടി നിയമസഭയിൽ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കാൻ ഒരു സീറ്റ് ഒപ്പിച്ചെടുക്കുക എന്നതാണ് നമുക്കതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. രാഹുലിനെ ഇന്ന് ഏറ്റവും അധികം പിന്തുണച്ചുകൊണ്ട് രംഗത്തേക്ക് വന്ന് രാഹുലിന് വേണ്ടി എന്ന രീതിയിൽ ഒരു തോന്നൽ ഉണ്ടാക്കുന്ന നിലയിൽ ശബ്ദമുയർത്തുന്നത് രാഹുൽ ഈശ്വറാണ്. ഇന്ന് ഏറ്റവും കൂടുതൽ രാഹുൽ മാങ്കൂട്ടത്തിൽ ഭയപ്പെടുന്നതും രാഹുൽ ഈശ്വറിനെ തന്നെയാണ്. രാഹുൽ ഈശ്വറാണ് ഒരു രീതിയിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിനെ അകത്താക്കിയത് എന്ന് വേണമെങ്കിൽ പറയാം. ഒന്ന് ആലോചിച്ച് നോക്കൂ, ഈ പുറത്തു വന്ന എല്ലാ ആരോപണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ബലാത്സംഗ ആരോപണം, ഗർഭചിത്രം നടത്തിയ ആരോപണങ്ങൾ, ഈ വിഷയങ്ങളൊക്കെയായി ബന്ധപ്പെട്ടുകൊണ്ട് വലിയ രീതിയിൽ രാഹുലിനെ അന്ന് തീർത്ത് കളയുന്ന പല തെളിവുകളും പുറത്തു വന്നപ്പോഴൊക്കെ രാഹുൽ മാങ്കൂട്ടത്തിൽ നിശബ്ദതയുടെ കുപ്പായം അണിഞ്ഞിരിക്കുകയായിരുന്നു. അതിൽ തൊട്ടാൽ പൊള്ളുമെന്നും തന്റെ രാഷ്ട്രീയ ഭാവി തകർന്നടിയുമെന്നും രാഹുൽ മാങ്കൂട്ടത്തിൽ നന്നായി അറിയാമായിരുന്നു. അതുകൊണ്ടാണ് റിപ്പോർട്ടർ ചാനൽ ആ വാർത്ത പുറത്തുവിട്ടപ്പോൾ റിപ്പോർട്ടർ ചാനൽ ഇത് നിയമ നടപടി സ്വീകരിക്കാതിരുന്നത്. ആ ശബ്ദം താങ്കളുടേതല്ലേ എന്ന് പറഞ്ഞപ്പോൾ പോലും ഒരു പ്രതികരണം പോലും രേഖപ്പെടുത്താതിരുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിന് അറിയാം, അതായത് പുറത്തു വന്നിട്ടുള്ള തെളിവുകൾ അത് കഴമ്പുള്ള തെളിവുകളാണെന്ന്. അപ്പോൾ നിശബ്ദത പാലിക്കുക എന്ന് മാത്രമാണ് ഇതിൽ നിന്ന് രക്ഷ നേടാനുള്ള ഒരു മാർഗം എന്ന് രാഹുലിന് നന്നായി അറിയാം. അതിനിടയിലാണ് രാഹുല് ഒളിവിൽ പോകുന്നത്, രാഹുലിന് അറസ്റ്റ് ഉണ്ടാകുന്നത്. ഈ സമയത്തൊക്കെയാണ് രാഹുൽ ഈശ്വർ എന്ന് പറയുന്ന ഇയാൾ പെട്ടെന്ന് രാഹുൽ മാങ്കൂട്ടത്തിന് വേണ്ടി എന്ന രീതിയിൽ അവതരിക്കുന്നത്. പിന്നീട് രാഹുൽ മാങ്കൂട്ടത്തിന് വേണ്ടി എന്ന് പറഞ്ഞ് ഇദ്ദേഹം ഇട്ട ഓരോ വാർത്തകളും ഒക്കെ അതിജീവിതമാരെയൊക്കെ പ്രകോപിപ്പിക്കുന്നതായിരുന്നു. ശേഷം അതിജീവിതമാരൊക്കെ ശക്തമായ പോരാട്ടവുമായി രംഗത്തേക്ക് വന്നു. അതുവരെ രാഹുൽ മാങ്കൂട്ടത്തിന് എതിരല്ലാതിരുന്ന പല ആളുകളും കളത്തിലേക്ക് ഇറങ്ങി. രാഹുൽ മാങ്കൂട്ടത്തിന്റെ പാർട്ടിക്കകത്തുള്ള പല വനിതാ നേതാക്കൾ വരെ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ സംസാരിച്ച് രംഗത്തേക്ക് വരുന്ന കാഴ്ചകൾ കണ്ടു. അങ്ങനെ മൊത്തത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിനെ
ശരിക്കും ട്രാപ്പിലാക്കിയത് രാഹുൽ ഈശ്വറാണ്. രാഹുൽ ഈശ്വർ ഓരോ വീഡിയോ ചെയ്യുമ്പോഴും രാഹുൽ ഈശ്വർ എന്താണ് ചെയ്യുന്നത്? രാഹുൽ അനുകൂലികളുടെ ഒരു പിന്തുണ മേടിച്ച് അദ്ദേഹം പിടിച്ചിട്ട് അദ്ദേഹം ഇപ്പൊ ഒരു മെൻസ് അസോസിയേഷൻ എന്ന് പറഞ്ഞൊരു തട്ടിക്കൂട്ട് സാധനമൊക്കെ കൊണ്ടുവരുന്നുണ്ടല്ലോ, അതിനൊക്കെ ഒരു പിന്തുണ ഉണ്ടാക്കിയെടുത്ത് അയാളുടേതായിട്ടുള്ള ഒരു ബിൽഡപ്പ് ഉണ്ടാക്കിയെടുക്കാനാണ് ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നത്. അവരൊക്കെയാണ് ഇന്ന് രാഹുലിനെ ജയിലിലാക്കിയതെന്ന് പറയാതെ വയ്യ. അതിജീവിതയെ പ്രകോപിപ്പിച്ചും അതിജീവിതയെ വലിയ രീതിയിൽ തന്നെ ഇങ്ങനെ ഭീഷണിപ്പെടുത്തിയും ഒക്കെ ഇവർ രാഹുൽ മാങ്കൂട്ടത്തിനെ സ്ഥിരമായി ജയിലിൽ തന്നെ പാർപ്പിക്കാനുള്ള ഇടങ്ങൾ ഒരുക്കുകയാണ്. രാഹുൽ മാങ്കൂട്ടത്തിൽ MLA-ക്കെതിരായ 1-ാം ബലാത്സംഗ കേസിൽ മുൻകൂർ ജാമ്യാപേക്ഷയെ എതിർത്ത് പരാതിക്കാരി ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുന്നു എന്ന വാർത്ത കൂടി പങ്കുവെക്കുകയാണ്. രാഹുൽ മാങ്കൂട്ടത്തിൽ ക്രൂരമായ ലൈംഗിക കുറ്റവാളിയാണെന്നതടക്കം ഗുരുതര ആരോപണങ്ങളാണ് പരാതിക്കാരി ഉന്നയിച്ചിരിക്കുന്നത് എന്നുള്ള കാര്യം മറന്നുപോകരുത്. ഗർഭിണിയായിരിക്കെ മൃഗീയമായി തന്നെ പീഡിപ്പിച്ചുവെന്നും അതിജീവിത ആ പരാതിയിൽ പറയുന്നുണ്ട്. നിയമം പോലീസ് രജിസ്റ്റർ ചെയ്ത ആദ്യ കേസിൽ രാഹുലിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ സെഷൻസ് കോടതി തള്ളിയിരുന്നു. ഇതിനെതിരെയാണ് രാഹുൽ ഹൈക്കോടതിയെ സമീപിച്ചത്. കേസിൽ രാഹുലിന്റെ അറസ്റ്റ് ഹൈക്കോടതി തടഞ്ഞിരുന്നതുമാണ്. 3-ാമത്തെ ബലാത്സംഗ കേസിൽ രാഹുൽ അറസ്റ്റിലായ വിവരമടക്കം അന്വേഷണ സംഘം ഹൈക്കോടതിയെ അറിയിച്ചിട്ടുണ്ട്. രാഹുലിന് ജാമ്യം നൽകിയ കേസിലെ സാക്ഷികളെ അടക്കം അദ്ദേഹം സ്വാധീനിക്കാൻ ഇടയുണ്ടെന്നും അന്വേഷണ സംഘം കോടതിയിൽ വ്യക്തമാക്കിയിരിക്കുകയാണ്. പുറത്തിറങ്ങിയാലും രാഹുൽ മാങ്കൂട്ടം ഇനിയും പല കേസുകളുമായി അറസ്റ്റ് ചെയ്യപ്പെടാനുള്ള സാധ്യത കൂടുതലാണ്. കാരണം ഇയാളുടെ സ്വഭാവം വെച്ച് പുറത്തു വരുന്ന വിവരങ്ങൾ അനുസരിച്ചും ഇനിയും കൂടുതൽ അതിജീവിതമാർ ഉണ്ടാകാനാണ് സാധ്യത. ആ അതിജീവിതമാരെയൊക്കെ കളത്തിലിറക്കാൻ വേണ്ടി രാഹുൽ ഈശ്വറിനെ പോലുള്ള കുറെ ആളുകൾ ഉള്ളതുകൊണ്ട് എന്തായാലും രാഹുൽ വീണ്ടും അറസ്റ്റ് ചെയ്യപ്പെട്ടേക്കാം. നിയമസഭാ സമ്മേളനത്തിൽ രാഹുൽ മാങ്കൂട്ടം വിഷയം ഭരണപക്ഷം ഉയർത്തിയതും മറുപടി പറയാൻ കഴിയാതെ പ്രതിപക്ഷം ഇന്നലെ സഭ ബഹിഷ്കരിച്ച കാഴ്ചയൊക്കെ നമ്മൾ കണ്ടു. എന്തായാലും ആ ഇറങ്ങിപ്പോയ കാഴ്ചകളൊക്കെ അവിടെ നടന്നിട്ടുള്ള സംഭവങ്ങളൊക്കെ ജയിലിൽ ഇരുന്ന് തന്നെ രാഹുൽ മാങ്കൂട്ടം അറിഞ്ഞിട്ടുണ്ടാകുമെന്നാണ് കരുതുന്നത്. അതുകൊണ്ട് തന്നെ ഇനി കോൺഗ്രസിലേക്ക് ഒരു മടങ്ങിപ്പോക്ക് അത്ര പ്രാവർത്തികമല്ല എന്ന് രാഹുൽ മാങ്കൂട്ടത്തിന് നന്നായി തന്നെ അറിയാം. നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് എന്തായിരിക്കും, എന്തൊക്കെ അട്ടിമറികളായിരിക്കും രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഭാഗത്തുനിന്നുണ്ടാവുക എന്ന് ചോദിച്ചാൽ, നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പാലക്കാട്ടിലാകട്ടെ കോൺഗ്രസ് പുതിയൊരു സ്ഥാനാർത്ഥി അവതരിപ്പിക്കാനുള്ള നീക്കത്തിലാണെന്നാണ് മാധ്യമ വാർത്തകളിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇത്തവണ രാഹുൽ മാങ്കൂട്ടത്തിന് സീറ്റ് കൊടുത്താൽ UDF കേരളത്തിലുടനീളം വലിയ തിരിച്ചടി ഉണ്ടാകുമെന്ന് KPCC പോലും വിലയിരുത്തുന്നുണ്ടെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ രാഹുൽ മാങ്കൂട്ടത്തിൽ നിന്നൊരു വലിയ രീതിയിലുള്ള, അല്ലെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ ജയിലിൽ നിന്നിറങ്ങിയാൽ ഒരു അട്ടിമറി നീക്കം നടത്തും. പാലക്കാട് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കാനുള്ള സാധ്യത ഒരിക്കലും തള്ളിക്കളയാൻ കഴിയില്ല. UDF-ലെ രാഹുൽ അനുകൂല പക്ഷത്തെ വോട്ടുകൾ ലക്ഷ്യമിട്ടാണ് അത്തരത്തിലൊരു നീക്കത്തിലേക്ക് രാഹുൽ കടക്കുക. രാഹുൽ BJP-യിലേക്ക് പോകാനുള്ള സാധ്യതയും തള്ളിക്കളയാൻ നമുക്കാകില്ല. കാരണം അദ്ദേഹം BJP-യിലേക്ക് പോയാൽ BJP-യിലെ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിച്ചാൽ രാഹുൽ അനുകൂല പക്ഷത്തിന്റെയും വോട്ട് ഇദ്ദേഹത്തിന് പിടിച്ചുകൊണ്ട് പാലക്കാടിൽ ഇദ്ദേഹത്തിന് ഒരു വലിയ ശക്തമായ മത്സരം കാഴ്ചവെക്കാൻ കഴിയും. എന്നാലും ജയിക്കാൻ കഴിയുമോ എന്നുള്ള കാര്യങ്ങളൊക്കെ കഷ്ടത്തിൽ തന്നെയാണ്. രാഹുലിന്റെ രാഷ്ട്രീയ ഭാവി നിലനിർത്തണമെങ്കിൽ അയാൾക്ക് ഏതെങ്കിലും ഒരു പാർട്ടിയിൽ കയറിയേ മതി. അതുകൊണ്ട് തന്നെ കോൺഗ്രസിൽ അദ്ദേഹത്തിന് ഒരു താവളം പെട്ടെന്നുണ്ടാകാൻ സാധ്യതയില്ല. നിയമസഭാ ഇലക്ഷൻ ശേഷം ചിലപ്പോൾ താവളം കൊടുക്കുമായിരിക്കും. പക്ഷെ ഇയാൾക്ക് നിയമസഭാ ഇലക്ഷൻ വരെ അതിജീവിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ഇയാൾക്ക് പിന്നെ രാഷ്ട്രീയ ഭാവിയില്ല എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം. രാഹുലിന്റെ ഇന്നത്തെ ഏറ്റവും വലിയ ശത്രു പിണറായി വിജയൻ അല്ല എന്നതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. അതൊന്ന് VD സതീശനാണ്. തന്നെ മാധ്യമങ്ങളുടെ മുമ്പിലേക്ക് എറിഞ്ഞുകൊടുത്ത് ഇന്ന് ഈ കാണുന്ന അവസ്ഥയിലേക്ക് കൊണ്ടുപോയി എത്തിച്ചത് VD സതീശനാണ്. റിനി ആൻഡ് ജോർജ് നടത്തിയ വെളിപ്പെടുത്തലാണ് എല്ലാത്തിന്റെയും തുടക്കമെന്ന് എല്ലാവർക്കും അറിയാമല്ലോ. റിനി ആൻഡ് ജോർജും സതീശനും തമ്മിലുള്ള ബന്ധം എല്ലാവർക്കും നന്നായി അറിയാവുന്ന ഒരു കാര്യമാണ്. റിനി ഇത്തരത്തിലൊരു വെളിപ്പെടുത്തൽ നടത്തിയപ്പോൾ റിനിയെ VD സതീശൻ തടയാതിരുന്നത് വലിയ രീതിയിൽ തന്നെ രാഹുൽ മാങ്കൂട്ടത്തിൽ നോട്ടം ഇടുന്നുണ്ട്. കാരണം 3.5 വർഷം മുമ്പ് ഇത്തരത്തിലൊരു പരാതി രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ റിനി കൊടുക്കുമ്പോൾ കുറെ വർഷമൊക്കെ അദ്ദേഹം ചവിട്ടി വെച്ചു. പക്ഷെ പിന്നീട് റിനി ഈ വിഷയവുമായി ബന്ധപ്പെട്ട വെളിപ്പെടുത്തൽ നടത്തിയപ്പോൾ ഒന്നും രാഹുൽ മാങ്കൂട്ടത്തിനെ സംരക്ഷിക്കാൻ VD സതീശൻ ശ്രമിച്ചില്ല. കാരണം രാഹുൽ മാങ്കൂട്ടത്തിനെ സംരക്ഷിച്ചിട്ടുണ്ടെങ്കിൽ VD സതീശനെ അത് ബാധിക്കുമെന്ന് VD സതീശൻ അറിയാമായിരുന്നു. സതീശൻ മുഖ്യമന്ത്രിയുടെ കുപ്പായം അണിഞ്ഞിരിക്കുകയാണ്, ഇട്ടിരിക്കുകയാണ്. അപ്പൊ അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ ഈ മുഖ്യമന്ത്രിയാകാൻ വേണ്ടി പല ശ്രമങ്ങൾ നടത്തുന്നതിനിടയിൽ രാഹുൽ മാങ്കൂട്ടത്തിനെ പോലൊരു ബലാത്സംഗ കേസിലെ പ്രതിയെ കൂടി പിന്തുണച്ചിട്ടുണ്ടെങ്കിൽ അത് വലിയ പ്രശ്നമാകുമെന്ന് അറിയാവുന്നതുകൊണ്ട് VD സതീശൻ രാഹുൽ മാങ്കൂട്ടത്തിനെ ഒറ്റപ്പെടുത്തി. രാഹുൽ മാങ്കൂട്ടവും ഞാനുമായി യാതൊരു ബന്ധവുമില്ല എന്ന രീതിയിൽ പ്രതി സൃഷ്ടിക്കാൻ വേണ്ടി ശ്രമം നടത്തി. എന്തായാലും രാഹുൽ ഇതൊക്കെ ജയിലിലിരുന്ന് ഈ പ്രതികാര ദാഹത്തോടുകൂടി ഇതിനെ കുറ്റുനോക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഷാഫി പറമ്പിലാകട്ടെ രാഹുലിനെ പിണക്കാതെയുള്ള നീക്കമാണ് ഇതുവരെ നടത്തിയത്. ഒരു രീതിയിലും രാഹുലിനെ ഇയാൾ പിണക്കുന്നില്ല. കാരണം രാഹുലിനെ ഷാഫിയെ എന്തിന്റെയൊക്കെ പേരിൽ ഭയപ്പെടുന്നുണ്ട് എന്നുള്ളതാണ്. രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിഷയം വാർത്തയാകുമ്പോൾ UP-യിലെ സീതാപൂരിലെ കോൺഗ്രസ് MP ആയിരുന്ന രാകേഷ് റാത്തോഡിനെയാണ് എനിക്ക് ഓർമ്മ വരുന്നത്. വിവാഹ വാഗ്ദാനം നൽകി വർഷങ്ങളോളം പീഡിപ്പിച്ചു എന്ന പരാതി ശേഷം 2025 ജനുവരി 30-ന് എല്ലാവരെയും ഞെട്ടിപ്പിച്ചുകൊണ്ട് ബലാത്സംഗ കേസിൽ ഉത്തർപ്രദേശ് പോലീസ് അയാൾ അറസ്റ്റ് ചെയ്തതൊക്കെ ആരും മറന്നു കാണില്ല. പക്ഷേ രാകേഷിനെ മറികടക്കും കേരളത്തിലെ രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറഞ്ഞു വെച്ചുകൊണ്ട് നിർത്തുകയാണ്.